ഹലോ ഓൾ. FIUG BBA ഓണേഴ്സ് പ്രോഗ്രാമിൽ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന ഒരു കോഴ്സ്, ഒരു സബ്ജക്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. 4 മൊഡ്യൂളുകളായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് HRMനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി മൊഡ്യൂളാണ്. ആ ഫസ്റ്റ് മൊഡ്യൂളിനെ തന്നെ ഒരു വിവിധ ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് മൊഡ്യൂൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ടറി മൊഡ്യൂളായിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്, നേച്ചർ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ദർ വിൽ ബി ഡിഫറെൻറ്റ് റിസോഴ്സസ് ഫോർ ദ ഫേം. അതിൽ മെറ്റീരിയൽസ് വിൽ ബി ദെയർ, മണി വിൽ ബി ദെയർ, information will be there, and men will be there or human will be there. അപ്പം പല റിസോഴ്സസ് ഉണ്ട്. മണി ഈസ് എ റിസോഴ്സ്, മെറ്റീരിയൽ ഈസ് എ റിസോഴ്സ്, ഇൻഫർമേഷൻ ഈസ് എ റിസോഴ്സ്. ഇതൊക്കെ നമുക്കറിയാം. ഈ റിസോഴ്സുകളൊന്നും ലിവിങ് റിസോഴ്സസ് അല്ല. അതേസമയം മെൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് റിസോഴ്സസ് ആണ്. ഇപ്പം മാർക്കറ്റിങ്ങിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഉണ്ട്, ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഹ്യൂമനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം, ജീവനില്ലാത്ത ഒരു വസ്തുവിനെ മാനേജ് ചെയ്യുന്നത് പോലെയല്ല ജീവനുള്ള വസ്തുക്കളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ലിവിങ് റിസോഴ്സ് ഓഫ് ദ ഫേം, ദാറ്റ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് കാണാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് തറോ മാനർ. ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ, തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് HRM. എങ്ങനെ മാനേജ് ചെയ്യുന്നു? ത്രൂ എ സ്ട്രക്ചേർഡ് ആൻഡ് തറോ മാനർ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിൽ കൃത്യമായിട്ട് പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് HRM. അപ്പം അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറേ കീ വേർഡ്സുകളുണ്ട്. ഹയറിങ് HRMൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രെയിനിങ് അതെ, ഡെവലപ്പിംഗ് അതെ, ആൻഡ് റീറ്റെയിനിങ് ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഇതൊക്കെ HRMൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റ്സ് ആണ്. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ കാണാം. അപ്പോൾ നമ്മൾ മീനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ. സോ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ദ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തികളെ പ്രോപ്പറായിട്ട് എഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. എന്താണ് സ്ട്രാറ്റജിക് അപ്രോച്ച് എന്ന് പറയാൻ കാരണം? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ പ്ലാൻ. Strategy is a plan which is maintained or made to beat the competitor. നമ്മുടെ കോമ്പറ്റീറ്ററിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ HRനെ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഫേംസ് നോക്കിക്കാണുന്നത്. നമ്മളുടെ കോമ്പറ്റീറ്ററിൻ്റെ മുകളിൽ നമുക്കൊരു മേൽക്കൈ തരുന്ന ഒരു ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ഇഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്, then definitely we will have an upper hand over our competitors എന്നുള്ളതാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് HRM. എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും ആ ഓർഗനൈസേഷനിലെ പീപ്പിളിനെ മാനേജ് ചെയ്യുക. ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദ എംപ്ലോയി പെർഫോമൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പ്രധാനമായിട്ടും ഒരു ലക്ഷ്യം വെക്കുന്നത് HRM? എന്തിനാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് എംപ്ലോയി പെർഫോമൻസ് നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കുക, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും HRMൽ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ. HRMൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട നേച്ചർ അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ. അത് പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ചാണ്, പെർവസീവ് ഫങ്ഷനാണ്. അപ്പോൾ എന്താണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പീപ്പിൾ ഓറിയൻറ്റഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓർഗനൈസേഷനുള്ള പീപ്പിൾ, ഹ്യൂമനെ മാനേജ് ചെയ്യുന്നതാണ്. ഡെഫിനറ്റ്ലി പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? ആ ഓർഗനൈസേഷനിലെ പീപ്പിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ HRM ഉള്ളത്. ഇറ്റ് ഫോക്കസ് ഓൺ ദി എംപ്ലോയി വെൽബീയിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
ഓരോ എംപ്ലോയീസിൻ്റെയും വെൽബീനും അവരുടെ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നൊരു പരിപാടിയാണ് HRM. അതുകൊണ്ട് അത് പീപ്പിൾ ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. പിന്നെ എന്താണ് ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്? ഇറ്റ് എംഫസൈസ് ആക്ഷൻ റാദർ ദാൻ ദ റിട്ടൺ റൂൾസ്. പ്രധാനമായിട്ടും കുറേ റിട്ടൺ റൂൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ റിട്ടൺ റൂൾസ് പ്രകാരം ഈ പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫങ്ഷനിങ് ആണ് HRM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ആക്ഷൻ റാദർ ദാൻ റൂൾസ്. റൂൾസ് ഓൾറെഡി സ്ട്രാറ്റജിക്കലി അത് റിട്ടൺ ആയിരിക്കും. ആ റൂൾസൊക്കെ പ്രകാരം ഇവർ ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഏരിയയാണ് HRM. അതുകൊണ്ട് തന്നെ അത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ്. ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ തന്നെ അയാൾ ഫുള്ളി എഫിഷ്യൻ്റ് ആയിക്കോണമെന്നില്ല. ദ HRM ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഗീവ് ട്രെയിനിങ്, ഡെവലപ്മെൻറ്റൽ ഇൻഡക്ഷൻ വർക്ക്ഷോപ്സ്, ഇങ്ങനെ പല പല പ്രോഗ്രാംസിലൂടെ ആ വ്യക്തിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അയാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെ ഒക്കെ എന്താണ് HRM ഫോക്കസ് ചെയ്യുന്നത്? ആ ഒരു എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഫംഗ്ഷൻ ആണത്. ഡെവലപ്പ് എ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ്. ഒരു തൊഴിലാളി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് അയാളുടെ എഫിഷ്യൻസി വർദ്ധിക്കും ഇഫ് ഹി ഗോട്ട് 1 year or 2 year എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ഫേം. ഓക്കെ. പിന്നെ നമുക്കറിയാം HRM ഇസ് കൺസിഡർഡ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതൊരു വൺ ടൈം പ്രോസസ്സ് അല്ല, ജോലിക്ക് കയറുന്ന സമയത്ത് മാത്രമുള്ളൊരു പ്രോസസ്സല്ല. HRM എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഫേമിൽ ഒരു എംപ്ലോയി ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എൻട്രി ചെയ്ത് അയാൾ ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത് വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് HRM. ആ എംപ്ലോയിയെ ജോലിക്ക് എടുക്കുന്നത് തൊട്ട് ആ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത്, അയാളെ ആ ഫേമിൽ നിന്ന് റിലീവ് ചെയ്യുന്ന സമയം വരെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തുടരുന്ന ഒരു പ്രോസസ്സാണ് HRM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് അത് ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ്. എന്താണ് ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടി യോജിപ്പിക്കുക അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. ഇറ്റ് അലൈൻസ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഒരു ഫേമിന് എപ്പോഴും സക്സസ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ ഒരു ഗോൾ ഉണ്ടാകും, ഓർഗനൈസേഷൻ്റെ ഗോൾ ഉണ്ടാകും. ഏറെക്കുറെ ആ ഓർഗനൈസേഷൻ്റെ ഗോൾസിനനുസരിച്ച് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വർക്കേഴ്സിനും ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി അത് ഒരു HR മാനേജറിൻ്റെ കഴിവിനെ ആസ്പദമാക്കിയിട്ടിരിക്കും അത്. ഫോർ എക്സാമ്പിൾ, ഒരു ടോട്ടൽ സെയിൽസ് ഒരു ഫേമിൻ്റേത് ഓർഗനൈസേഷണൽ ഗോളാണ്, ഒരു ടോട്ടൽ സെയിൽസ് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ വിൽ ട്രൈ ടു അച്ചീവ് ദെയർ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്കൊക്കെ ഇൻസെൻറ്റീവ്സ് ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഗോൾ എന്താ? ഇൻസെൻറ്റീവ്സ് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ളത്. ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താ? സെയിൽസ് കൂട്ടണം എന്നുള്ളത്. സോ ദിസ് ഇൻഡിവിജ്വൽ വിൽ വർക്ക് ഹാർഡ് ടു ഗെറ്റ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ എന്താ? അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതുവഴിയായിട്ട് ഓർഗനൈസേഷൻ്റെ ഗോളും മീറ്റ് ചെയ്യപ്പെടുന്നു. സോ ഒരു പ്രോപ്പർ HR മാനേജറിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് ആയിരിക്കും. കാരണം എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോളും ഇൻഡിവിജ്വലിൻ്റെ ഗോളും അലൈൻഡ് ആയിരിക്കും ഒരേപോലെ. അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ലക്ഷ്യം ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷൻ്റെ ഗോൾസിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അവസാനത്തെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഫീച്ചർ പറയുന്നത് എന്താണ്? പെർവസീവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്ലൈസ് ടു ഓൾ ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. പെർവസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR is connected to finance department, HR is connected to marketing department. തന്നെത്താനൊരു എക്സിസ്റ്റൻസ് അല്ല. HRM ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തൊഴിലാളികൾ വേണ്ടേ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തൊഴിലാളികൾ വേണ്ടേ? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തൊഴിലാളികൾ വേണ്ടേ? അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എംപ്ലോയീസ് ഹ്യൂമൻ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, പെർവസീവായിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് HRM. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂൾ 1 പാർട്ട് 1 വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫങ്ഷൻസ് ഓഫ് HRM. വി ക്യാൻ ഡിവൈഡ് ദാറ്റ് ഇൻ ടു 2, ദാറ്റ് ഈസ് മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ലെവൽ അല്ലെങ്കിൽ ഒരു ഹയർ എൻഡിൽ ഉള്ള ആൾക്കാർ ഒരു തിങ്കിങ് ആൻഡ് പ്ലാനിങ് സ്റ്റേജ് ആക്ടിവിറ്റീസ് ആണ് ഏത്? മാനേജീരിയൽ ഫങ്ഷൻസ്. ഓക്കെ, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ളതാണ് മാനേജീരിയൽ ഫങ്ഷൻ. അതേസമയം ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡേ ടു ഡേ ടാസ്ക്സ്,
അന്നന്നത്തെ ഓരോ ആക്ഷൻസും ഓരോ ഓപ്പറേഷൻസും മുന്നോട്ട് പോകണമെങ്കിൽ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയിലുള്ളതാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഇത് കുറച്ച് ലോങ് ടേം പ്രോസസ്സാണ്. അപ്പം മാനേജീരിയൽ ഫങ്ഷൻസും ഉണ്ട്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസും ഉണ്ട്. മാനേജീരിയൽ ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും വരുന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിലോ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, എംപ്ലോയി വെൽഫെയർ, ലേബർ റിലേഷൻസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ആദ്യം മാനേജീരിയൽ ഫംഗ്ഷൻസിലെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് നമുക്ക് നോക്കാം. മാനേജീരിയൽ ഫംഗ്ഷൻസിൽ എന്താണ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഫോർകാസ്റ്റിംഗ് ദി HR നീഡ്സ്. നമുക്കിപ്പോൾ ഇത്രയധികം തൊഴിലാളികൾ ഒരു ഫേമിലുണ്ട്, ഇനി വരും വർഷങ്ങളിൽ തൊഴിലാളികളുടെ എണ്ണം കൂട്ടണോ, അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യയൊക്കെ വന്നതോടുകൂടി ഇനി ഇത്രയും തൊഴിലാളികളുടെ ആവശ്യമുണ്ടോ, കുറേ പേർക്ക് കൂടുതലായിട്ട് വെറുതെ ശമ്പളം കൊടുക്കുകയാണോ, സോ HR കട്ട് ചെയ്യണോ, ഹ്യൂമൻ റിസോഴ്സ് കട്ട് ചെയ്യണോ? ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ടോപ്പ് അതോറിറ്റിയുടെ ഡിസിഷനിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് ദി HR നീഡ്സ്. മുൻകൂട്ടി കാണുക അടുത്ത വർഷങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ വേണ്ടത്, അതോ നിലവിൽ കൂടുതലാണോ, കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരെ പിരിച്ചുവിടുകയാണോ വേണ്ടത്. സോ അതാണ് പ്ലാനിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിംഗ് എന്താണ്? സ്ട്രക്ചറിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഓരോ എംപ്ലോയിക്കും അവരുടെ കൃത്യമായിട്ടുള്ള റോൾസും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോളേജ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ പ്രിൻസിപ്പൽ, വാട്ട് ഈസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ക്ലർക്ക്, വാട്ട് ഈസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് an assistant professor, what is the role and responsibility of a security. സോ അതാണ് ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടും സ്ട്രക്ചർ ആക്കുക. ഓരോ പല ജോബ് റോൾസ് ഉണ്ടാകും, ആ ജോബ് റോൾസിൻ്റെ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് സ്ട്രക്ചർ ചെയ്യുന്നതാണ് ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും. ഡയറക്റ്റിംഗ് എന്താണ്? ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഓരോ ജോബ് റോൾസും റെസ്പോൺസിബിലിറ്റീസും. ഇനി അവിടെയുള്ള തൊഴിലാളികളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യണം. ദിസ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം യു. നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ റോൾ ഇതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഇതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പോകണം എന്ന് അവരെ ഗൈഡ് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, എംപ്ലോയീസിനെ മോട്ടിവേറ്റും ചെയ്യുന്നതാണ് ഡയറക്റ്റിംഗ് കൊണ്ടുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോളിംഗ് എന്താണ്? മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ HR ആക്ടിവിറ്റീസ്. ഓരോ രീതിയിലുള്ള പല HR ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ HR ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മാനേജർ ഫംഗ്ഷൻ അല്ലാതെ ഈ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ പറയാൻ പോകുന്നത്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ. പെർഫോമൻസ് അളക്കുന്നതിനെയാണ് അപ്രൈസൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയി വെൽഫെയർ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആയിക്കോട്ടെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, പെർഫോമൻസ് അപ്രൈസൽ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? HR ആക്ടിവിറ്റികളാണ്. ഓക്കെ, മൊത്തത്തിൽ എല്ലാ HR ആക്ടിവിറ്റികളെയും മോണിറ്റർ ചെയ്യുക, അതിലെന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ മാനേജറിയൽ ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാനേജറിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനിങ്, തിങ്കിങ് സ്റ്റേജ് ആണ്. തിങ്കിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ടോപ്പ് അതോറിറ്റീസ് ചെയ്യുന്ന പരിപാടികളാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അടുത്തതായിട്ട് മാനേജറിയൽ ഫംഗ്ഷൻസ് അല്ലാതെ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടി പ്യുവർ HR ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, എംപ്ലോയി വെൽഫെയർ, ലേബർ റിലേഷൻസ്. നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് ദി ജോബ് സീക്കേഴ്സ് ടു അപ്ലൈ ഫോർ ദി ജോബ്. തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരെ കൊണ്ട് തൊഴിലിന് അപേക്ഷിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, അങ്ങനെ തൊഴിലിന് അപേക്ഷിച്ച് കുറേ പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മികച്ചവരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് സെലക്ഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റിംഗ് ദി ആപ്ലിക്കൻസ്, സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ ബെസ്റ്റ്. അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. എന്താണ്? അട്രാക്റ്റിംഗ് ദി ആപ്ലിക്കൻസ്, ആൾക്കാരെ ആകർഷിക്കുകയാണ്. അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ സെലക്ടിങ് ഓൺലി ഫ്യൂ പീപ്പിൾ ഫ്രം എ ഹ്യൂജ് ഗ്രൂപ്പ്. കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്താണ് സത്യം പറഞ്ഞാൽ ഒരു മൈനോറിറ്റിയെ സെലക്ട് ചെയ്യുന്നു, മെജോറിറ്റിയും റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വിഷമകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും പറയുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്, സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ എന്നുള്ളത് വൺ ഓഫ് ദ മേജർ HR ആക്ടിവിറ്റിയാണ്, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ്. അതിനെന്താണ്? അട്രാക്റ്റിംഗ് പീപ്പിൾ,
ഫോർ അപ്ലൈ ഫോർ ജോബ് റിക്രൂട്ട്മെന്റ് ആൻഡ് ചൂസിങ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണ് സെലക്ഷൻ. അപ്പോൾ ആ സെലക്ഷന് പല പല പ്രോസസ്സുകളുണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, പല ടെസ്റ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട HR ഓപ്പറേറ്റീവ് ഫംഗ്ഷനാണ്. ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തി സെലക്ട് ചെയ്ത എംപ്ലോയീസ് ഉടനെ തന്നെ ജോലിയിൽ വന്നാൽ ഉടനെ ജോലി ചെയ്യാൻ പ്രാപ്തരായിരിക്കുമോ? അല്ല, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ജോലിക്ക് കയറുന്നതിന് മുമ്പ് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതിനുശേഷം അവർക്ക് ഓരോ തവണയും അവരുടെ പെർഫോമൻസ് മോശമാവുന്നുണ്ടെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കേണ്ടി വരും. അതൊരു HR-ൻ്റെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ആണ്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവാലുവേഷൻ, അല്ലെങ്കിൽ അവരുടെ ഇപ്പം നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവാലുവേറ്റിംഗ് എംപ്ലോയി പെർഫോമൻസ്. അപ്പോൾ ഒരാൾ റിക്രൂട്ട്മെൻറ്റിന് വന്ന് സെലക്റ്റഡ് ആയിട്ട് അയാൾക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് അയാൾ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് അളന്നു നോക്കണ്ടേ, ഇവാലുവേറ്റ് ചെയ്യണ്ടേ? ആ പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. അതൊരു ഓപ്പറേറ്റീവ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ആ പെർഫോമൻസ് അപ്രൈസ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസിനനുസരിച്ച് കോമ്പൻസേഷൻ, ശമ്പളം കൊടുക്കണമല്ലോ. അതാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണ് ഇൻഷുറൻസിൽ. അതേസമയം HR-ൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷനാണ്. സാലറിയോ വേജോ മറ്റു ബെനിഫിറ്റ്സിനെയോ ആണ് HR-ൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഒരാൾ ജോലിയിൽ പ്രവേശിച്ചു, അയാളെ സെലക്ട് ചെയ്തു, ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് കൊടുത്തു, അയാളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തു, അയാളുടെ പെർഫോമൻസ് അനുസരിച്ച് അയാളെ കോമ്പൻസേറ്റ് ചെയ്യുക, റെമ്യൂണറേറ്റ് ചെയ്യുക, സാലറിയോ വേജോ ബെനിഫിറ്റ്സോ കൊടുക്കുക. ഈ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റും HR-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. പിന്നെ എംപ്ലോയി വെൽഫെയർ. അപ്പോൾ ഇയാൾ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വെൽബീയിനും സേഫ്റ്റിയും, അയാളുടെ ചില കമ്പനികൾ ഇൻഷുറൻസ് കൊടുക്കാറില്ലേ, അതേപോലെ ചില കമ്പനീസ് അവിടെ ഒരു സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യും, അവരുടെ ഫാമിലിക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയിയുടെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എംപ്ലോയിക്ക് സ്ഥാപനത്തിനോട് ഒരു ലോയൽറ്റി ഉണ്ടാകും, നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ എംപ്ലോയി വെൽഫെയർ ഈസ് ഓൾസോ എൻ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് HR. ആൻഡ് ലേബർ റിലേഷൻസ്, മാനേജിങ് എംപ്ലോയി യൂണിയൻ റിലേഷൻഷിപ്പ്, ഗ്രീവൻസ് റിഡ്രസൽ. എന്താ ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ? ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, എംപ്ലോയി യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് HR ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഇവിടെ ഫംഗ്ഷൻസ് ഓഫ് HR-ആണ്. അതിൽ മാനേജറിയൽ ഫംഗ്ഷൻസ് ഉണ്ട് 4 ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഒരു 6 ഉണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR ആണ്. അത് നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനമായിട്ടും HR എന്താ നോക്കുന്നത്? സ്ഥാപനത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അവരുടെ എഫിഷ്യൻസി കൂട്ടുക. ദാറ്റ്സ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ HR-ൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക. ഇനി ഓരോ വ്യക്തികളെ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഓരോ വ്യക്തികളുടെ ഇതിൽ ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കും? ഹെൽപ്സ് എംപ്ലോയി ടു അച്ചീവ് പേഴ്സണൽ ഗോൾസ്. ഓരോ തൊഴിലാളികൾക്കും ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടാനും അവരെ മോട്ടിവേറ്റ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതും ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ HR-ൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരും. സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് എന്താണ്? സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് എൻഷുവർ ലീഗൽ കംപ്ലയൻസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സമൂഹവുമായി ബന്ധപ്പെട്ട ചില ഒബ്ജക്റ്റീവ്സ് HR-നുണ്ട്. എന്താണ്? ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിയമപരവും അല്ലെങ്കിൽ എത്തിക്കലുമായിട്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ തൊഴിലാളികളെ കൊണ്ടുപോവുക, ചൂഷണം ചെയ്യാതിരിക്കുക. ഇത് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ് HR-ൻ്റെ. പിന്നെ എന്താണ്? ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെയിൻറ്റെയിൻ ദി HR ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി. അതിൽ പെടുന്നതാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ നന്നാക്കുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നന്നാക്കുക, പെർഫോമൻസ് ഇവാലുവേഷൻ നന്നാക്കുക, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് നന്നാക്കുക, എംപ്ലോയി വെൽഫെയർ. ഇത്തരത്തിലുള്ളതൊക്കെ ഒരു ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും നമുക്ക് പറയാവുന്നതാണ്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം HR ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്? കാരണം നമുക്കറിയാം, ഒരു ഫേമിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇത് അവിടുത്തെ തൊഴിലാളികളാണല്ലേ. സോ HR പ്രോപ്പറായിട്ടുണ്ടെങ്കിലേ നല്ല എംപ്ലോയീസിന് വെൽബീൻ ഉണ്ടാവുകയുള്ളൂ, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, എംപ്ലോയീസിന് കൃത്യമായിട്ട് റെമ്യൂണറേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, എംപ്ലോയീസിന് കൃത്യമായ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും
ലോയൽറ്റിയും ഒക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. നല്ലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനും അതിന് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുക്കാൻ സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് ഉറപ്പുവരുത്താൻ പറ്റും നമുക്ക്. റെഡ്യൂസസ് ടേൺ ഓവർ ആൻഡ് കോൺഫ്ലിക്റ്റ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം പല ആൾക്കാരും കമ്പനി വിട്ടുപോകുന്ന അവസ്ഥയാണ് ടേൺ ഓവർ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വഴക്കുകൾ ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനം വിട്ട് തൊഴിലാളികൾ ഓരോ വർഷം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ടേൺ ഓവർ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾ തമ്മിലുള്ള വഴക്ക് നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാവാനും ഒക്കെ നല്ലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ സാധിക്കും. ആൻഡ് ഫോസ്റ്റർ എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്. നമുക്ക് എല്ലാ എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കോഡിയൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും എല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം പ്രോപ്പർ HR ഉണ്ടെങ്കിൽ നമ്മൾക്ക് സാധ്യമാകും. സോ ഇതെല്ലാം കൊണ്ടും HRM ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ. സോ ദിസ് ഈസ് ദ പാർട്ട് 1 ഓഫ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 നമ്മളുടെ 4 മൊഡ്യൂളുകളിലെ ആദ്യത്തെ മൊഡ്യൂളിലെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡിസ്കസ് ദി പാർട്ട് 2 ഓഫ് മൊഡ്യൂൾ 1. ഓക്കെ, താങ്ക് യു.